ചിലപ്പോൾ നിങ്ങൾ അറിഞ്ഞിട്ടില്ലേനോ കണ്ണൂർ ടൗൺ സ്ക്വയറിൽ കണ്ണൂർ ഫ്ലവർ ഫെസ്റ്റ് തുടങ്ങിയത് നവംബർ 24 മുതൽ ഡിസംബർ 2 വരെയാണ് ഈ ഷോ നടക്കുന്നത്. അപ്പോൾ എല്ലാവരും ഇന്ന് തന്നെ മറക്കാതെ പോവുക, കാണുക, എൻജോയ് ചെയ്യുക. ഫ്ലവേഴ്സ് മാത്രമല്ല, ഒരുപാട് പ്രോഗ്രാം അവിടെ നടക്കുന്നുണ്ട്, കലാപരിപാടികൾ എല്ലാം നടക്കുന്നുണ്ട്. അപ്പോൾ ഫാമിലി ആയിട്ട് പോയാൽ നന്നായിട്ട് എൻജോയ് ചെയ്തിട്ട് തിരിച്ചു വരാം. അതുപോലെ തന്നെ ഒരുപാട് ഫ്ലവേഴ്സിൻ്റെ വെറൈറ്റി ഐറ്റങ്ങൾ കാണാം. അതുപോലെ തന്നെ ഒരുപാട് പർച്ചേസ് ചെയ്യാം. വിലയാണെങ്കിൽ അവർ നിശ്ചയിക്കുന്ന വിലയാണ്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കണ്ണൂരിലുള്ള വീട്ടമ്മമാർ തന്നെ വീട്ടുമുറ്റത്ത് നട്ട് വളർത്തിയ ചെടികളും പുഷ്പച്ചെടികളും അതുപോലെ നമ്മുടെ പച്ചക്കറി ഐറ്റംസ് ഒക്കെ ഉണ്ട്. അപ്പോൾ നല്ലൊരു എൻജോയ്മെൻറ്റും നല്ല പർച്ചേസ് ചെയ്യാനുള്ള അവസരമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് പോവുക. ഇതിൻ്റെ മറ്റൊരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രവേശന ഫീസില്ല, എല്ലാം ഫ്രീ ആണ്. പിന്നെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു കൂട്ടായ്മയുടെ പ്രോഗ്രാമാണിത്. ഒരു കൂട്ടായ്മ എന്ന് പറയുമ്പോൾ കുറേ പേര്, കണ്ണൂരിലുള്ള കുറേ ലേഡീസിനെയാണ് ഹൈലൈറ്റ് ചെയ്യുന്നത്. ലേഡീസ് അത് വീട്ടമ്മമാരുടെ ഒരുപാട് പ്രൊഡക്റ്റ്, ഒരുപാട് വെറൈറ്റി ചെടികൾ കാണാം. അപ്പോൾ വീട്ടമ്മമാരുടെ ഈ പ്രൊഡക്റ്റിന് നല്ലൊരു സപ്പോർട്ട് നമ്മളെ ഭാഗത്തുനിന്നും തീർച്ചയായിട്ടും ഉണ്ട്. അതുപോലെ തന്നെ വേറൊരു ഹൈലൈറ്റ് എന്തെന്ന് വെച്ചാൽ 2000 അതിൽ കൂടുതൽ പർച്ചേസ് ചെയ്താൽ അവിടെ നിന്നൊരു കൂപ്പൺ കിട്ടും. ആ കൂപ്പൺ നറുക്കെടുപ്പിലൂടെ വൻ ഓഫറാണ് കൊടുത്തിരിക്കുന്നത്. ഏറ്റവും വിലയുള്ള നല്ല ചെടിയായിരിക്കും ഫസ്റ്റ് പ്രൈസ് ആയിട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു കൂട്ടായ്മയിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഞാൻ ഇതിൽ നമ്പർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ടീച്ചറുമായിട്ട് ബന്ധപ്പെടുക, എല്ലാ സപ്പോർട്ടും ചെയ്തു കൊടുക്കുക. നമ്മുടെ നാടാണ്, നമ്മുടെ വീട്ടമ്മമാർക്കുള്ള ഒരു വരുമാനമാണ്. അപ്പോൾ നമുക്ക് ഈ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യുന്നത് കണ്ണൂർ ജില്ലാ കളക്ടറാണ്. ജില്ലാ കളക്ടറുടെ കൂടെ ഒരു അതിഥിയായിട്ട് വന്നിട്ടുണ്ട് നമ്മുടെ ടോപ്പ് സിംഗർ ജാൻവിക്കുട്ടിയാണ്. അപ്പോൾ ഇതിലൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റാളുണ്ട്. അത് ആരും ശ്രദ്ധിക്കാതെ പോകരുത്. കാലിന് വയ്യാതെ വീൽ ചെയറിലിരുന്നിട്ട് വീട്ടിൽ നിന്ന് ഉണ്ടാക്കിയ പ്രൊഡക്റ്റ് കൊണ്ട് സെയിൽ ചെയ്യാൻ വന്ന് ഒരു വാരം സ്വദേശിയാണ്. അപ്പോൾ അവരെ ആരും കാണാതെ പോകരുത്. നമ്മളാൽ കഴിയുന്ന പർച്ചേസ് ചെയ്തിട്ട് അവരെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ആളുടെ പേര് സുകുമാരൻ എന്നാണ്. ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർ ശ്രീ അരുൺ കെ വിജയൻ IAS അവർ ഉദ്ഘാടനം നിർവഹിക്കുന്നു. വിശിഷ്ടാതിഥിയായി ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ കുമാരി ജാൻവി വത്സരാജ് നമ്മുടെ സ്വീകരണ മുറിയിൽ അതിന്റെ 4ാമത്തെ സീസൺ 4 മിടുക്കിയായി പാട്ടുപാടിയാണ്. ഏഷ്യാനെറ്റ് സ്റ്റാർ സിംഗറിലെ ജൂനിയർ 3 മിടുക്കിയായി പാട്ടുപാടിയാണ് നമ്മുടെ കൂടെയുണ്ട്. ഇന്നത്തെ നമ്മുടെ വിശിഷ്ട അതിഥി എന്ന് പറയാം ഈ കൊച്ചു മിടുക്കിയെ സ്നേഹപൂർവ്വം സ്വാഗതിക്കുന്നു. പുഷ്പോത്സവത്തിലേക്ക് ഏവരെയും ക്ഷണിക്കുന്നു, സ്വാഗതം ചെയ്യുന്നു. വേളയുടെ ഉദ്ഘാടനം ഏതാനും നിമിഷങ്ങൾക്കകം ഈ വേദിയിൽ ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർ ശ്രീ അരുൺ കെ വിജയൻ നിർവഹിക്കുന്നു. കർഷകന്റെ ചെടികളുണ്ട്. ഒരു കർഷകത്തിന് കുറെ ചെടികൾ അവനാകെ എത്ര അവന്റെ ചെടികൾ ഏകദേശം 10ഓളം കൗണ്ടറുണ്ട്. ഓർഗനൈസേഷൻ സംഘടിപ്പിക്കുന്ന പുഷ്പോത്സവത്തിന്റെ ഭാഗമാവാൻ കാഴ്ചകൾ കാണാൻ സൗകര്യം. നമ്മുടെ സ്വന്തം ജില്ലാ കളക്ടർ എല്ലാ സ്റ്റാളും കയറിയിട്ട് വിശദമായിട്ട് കാര്യങ്ങൾ അന്വേഷിക്കുന്നു. കാര്യങ്ങളെല്ലാം വളരെ വിശദമായിട്ട് പഠിക്കുന്ന ആ ഒരു കാഴ്ച കൂടിയാണ് ഈ കാണുന്നത്. എല്ലാ കാര്യവും ചോദിച്ചറിയുന്നുണ്ട്, ചോദിച്ച് മനസ്സിലാക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കണ്ണൂർ എടച്ചുവക്കാരൻ ഒരു ചേട്ടനുണ്ട് ഇവിടെ. അദ്ദേഹം വീൽ ചെയറിലായിട്ട് കുറച്ച് കാലമായി സ്വന്തമായിട്ട് കുറച്ച് പ്രൊഡക്റ്റും കൊണ്ടാണ് വന്നത്. അദ്ദേഹത്തിൻ്റെ ഭാര്യയും കൂടിയിട്ട് നിർമ്മിച്ച കുറച്ച് പ്രൊഡക്റ്റാണ് ഈ കാണുന്നത്. അതും അദ്ദേഹം വിശദമായിട്ട് ചോദിച്ചറിയുന്നുണ്ട്, പരിശോധിക്കുന്നുണ്ട്. നിങ്ങൾ എല്ലാവരും ഈ ഒരു
ഷോ കാണാൻ പോകുന്നുണ്ടെങ്കിൽ ഈ ചേട്ടനെ സപ്പോർട്ട് ചെയ്യണം. പറ്റുന്ന സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യണം. രണ്ടാം ദിനമായ 28/2024 കാർഷിക സെമിനാർ ഫാർമർ പ്രൊഡ്യൂസർ ഓർഗനൈസേഷനുകളുടെ സാധ്യതകൾ എന്ന വിഷയത്തിൽ കാർഷിക സെമിനാർ സംഘടിപ്പിച്ചിട്ടുണ്ട്. സെമിനാറിന്റെ ഉദ്ഘാടനം AVK പന്നിയൂർ ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റ് ഡോക്ടർ പി ജയരാജ്. സെമിനാറിൽ ഡെപ്യൂട്ടി പ്രോജക്ട് ഡയറക്ടർ ആത്മ കണ്ണൂർ അജിത് മോഹൻ വിഷയം അവതരിപ്പിച്ചു. രണ്ടാം ദിനമായ നാളെ 28/11/2024 ഈ വേദിയിൽ പുഷ്പോത്സവത്തോടനുബന്ധിച്ച് കാർഷിക സെമിനാർ സംഘടിപ്പിച്ചിട്ടുണ്ട്. ഫാർമർ പ്രൊഡ്യൂസർ കണ്ണൂർ ഫ്ലവർ ഫാമേഴ്സ് പ്രൊഡ്യൂസർ ഓർഗനൈസേഷൻ ഉദ്ഘാടന സമ്മേളനം ആരംഭിക്കുന്നു. സ്വാഗതം നടത്തുന്നത് ഓർഗനൈസേഷന്റെ വൈസ് പ്രസിഡന്റ് ശ്രീ കെ രാജൻ മാസ്റ്റർ അവർകളാണ്. ഇതിനകത്തൊക്കെ അപ്പുറത്ത് ഒരു കാര്യം കൂടി പറയാതെ ഞാൻ തീർച്ചയായിട്ടും സ്വാഗത ഭാഷണം എത്തില്ല. ബഹുമാന്യനായ കലക്ടറുടെ തിരക്ക് അറിയാവുന്നതാണ്. എങ്കിലും ഒരു സവിശേഷത പറയാതെ ഈ സ്വാഗതം പറയാൻ എനിക്ക് സാധ്യമല്ല. അത് ആദരണീയനായ കലക്ടറുടെ കൂടി ശ്രദ്ധയിൽപ്പെടണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. സാധാരണ ചെറുപ്പക്കാർക്കൊക്കെ ജോലി കിട്ടാൻ വലിയ പാടാണ്. ജോലി കിട്ടിയാൽ പിന്നെ ബാക്കി കഴിഞ്ഞു എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. ജോലി കിട്ടിയാൽ തന്റെ സർവീസ് കാലം പിന്നീട് പറയുന്നത് നമ്മുടെ ശമ്പളവും എല്ലാ ആനുകൂല്യങ്ങളും നമുക്ക് കിട്ടിയാലും നമ്മൾ പറയുന്നത് സർവീസ് കാലം എന്നാണ്. സർവീസിൽ നമ്മൾ ആവശ്യത്തിലധികം എന്ന് വേണമെങ്കിൽ പറയാം. എല്ലാ വേതനവും മറ്റ് ആനുകൂല്യങ്ങളും കഴിഞ്ഞ സർവീസ് കാലം കഴിഞ്ഞാൽ പിന്നെ പെൻഷനാണ്, റിട്ടയർഡ്, വിശ്രമം എന്ന് പറയും. സാധാരണ സർക്കാർ ഉദ്യോഗസ്ഥർ റിട്ടയർ ആയാൽ പിന്നെ വീട്ടിലാണ്. നമ്മുടെ വില്ലേജ് ഓഫീസർമാര്, പോലീസുകാർ തുടങ്ങി ഓഫീസർ റാങ്കിലേക്ക് വരുന്ന പലരും റിട്ടയർ ചെയ്താൽ പിന്നെ പുറത്തിറങ്ങാൻ പറ്റാറില്ല. ചിലപ്പോഴും അല്ലെങ്കിൽ അവർ പുറത്തിറങ്ങാറില്ല. പലരും തന്റെ സർവീസ് കാലത്ത് താൻ ചെയ്ത സേവനത്തിന്റെ ബലിയാടുകളായി അല്ലെങ്കിൽ ശത്രുക്കളായി നമ്മളെ കാത്തിരിക്കുന്നു പുറത്ത്. ഇവിടെ കണ്ണൂർ ജില്ലയിലെ വളരെ സുപ്രധാന സ്ഥാനത്ത് നിന്ന്, കൃഷി വകുപ്പിന്റെ വളരെ സുപ്രധാന തസ്തികയിൽ നിന്ന് റിട്ടയർ ചെയ്തിരിക്കുന്ന ശ്രീമതി അജിമോൾ മേഡമാണ് നമ്മുടെ സംഘടനയുടെ അധ്യക്ഷയായി നമ്മുടെ വേദിയിലിരിക്കുന്നത്. അവര് റിട്ടയർ ചെയ്ത് പിറ്റേ ദിവസം തൊട്ട് തന്നെ നമ്മൾ കൂടെയുണ്ട്. സാധാരണ മറ്റു ഓഫീസർമാർ ഞാൻ നേരത്തെ പറഞ്ഞതുമാതിരി താൻ സേവനം കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ പലരും കാത്തിരിക്കുന്നുണ്ട്. നീ അന്ന് എന്നെ അങ്ങനെ ചെയ്തു, നീ എന്നെ ഇങ്ങനെ ചെയ്തു, അന്ന് എന്നെ കഷ്ടപ്പെടുത്തി, എന്നെ പീഡിപ്പിച്ചു എന്ന രീതിയിൽ കാത്തിരിക്കുമ്പോൾ ആ ഗണത്തിൽ തന്നെ പെടാവുന്ന ഒരു ഓഫീസർ, വലിയ ഓഫീസറായിട്ട് റിട്ടയർ ചെയ്തിരിക്കുന്ന ശ്രീമതി അജിമോൾ മാഡം ഇന്ന് നമ്മുടെ കൂടെയുണ്ട്. സർക്കാർ പദ്ധതികൾ, സർക്കാർ പണം വിനിയോഗിക്കുന്നതിന് വേണ്ടി അവർ ലക്ഷക്കണക്കിന് രൂപയുടെ പദ്ധതികൾ എഴുതി തയ്യാറാക്കിയിട്ടുണ്ട്. ജില്ലയിലെമ്പാടും വിതരണം ചെയ്ത് അത് നടപ്പാക്കിയിട്ടുണ്ട്. ഈ നടപ്പാക്കിയ പദ്ധതികളൊക്കെയും സർക്കാർ പദ്ധതി അങ്ങ് നടക്കട്ടെ എന്ന രീതിയിലല്ല അവർ നടപ്പാക്കിയത്. അവരുടെ സ്വന്തം പദ്ധതിയായിട്ടാണ്. ഹോർട്ടിക്കൾച്ചർ DDH ആയി സേവനമനുഷ്ഠിക്കുമ്പോൾ തൊട്ടാണ് എനിക്ക് അവരെ പരിചയം. കണ്ണൂരിൽ ആദ്യമായി എൻട്രി ഫീ ഇല്ലാതെ ഒരു ഫ്ലവർ ഷോ നടക്കുകയാണ്. വർഷങ്ങളായി കണ്ണൂരിൽ പുഷ്പോത്സവം നടക്കാറുണ്ട്. ചെടികളെയും പൂക്കളെയും സ്നേഹിക്കുന്നവരാണ് കണ്ണൂർക്കാർ എന്ന വലിയ ഖ്യാതി നമുക്കുണ്ട്. വർഷങ്ങളായി നടത്തിവരുന്ന ഏത് പതിവ് പരിപാടികളിൽ നിന്നും വ്യത്യസ്തമായി നാം ഒത്തുകൂടിയിരിക്കുകയാണ്. പ്രധാനപ്പെട്ട മറ്റൊരു പ്രത്യേകത, ഇവിടെ ഈ പുഷ്പോത്സവത്തിൽ പങ്കെടുത്തിരിക്കുന്ന പൂച്ചെടികൾ വിൽക്കാൻ തയ്യാറായി എത്തിയിരിക്കുന്നത് മുഴുവനും പുഷ്പ കർഷകരാണ് എന്നുള്ളത്. താൻ നട്ടു വളർത്തിയിരിക്കുന്ന പരിപാലിച്ചിരിക്കുന്ന ചെടികള് അവർക്ക് നമ്മുടെ ഇന്നത്തെ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നതിനായി ഇവിടെ എത്തിയിട്ടുണ്ട്. തിരക്കുകൾ ഏറെ അദ്ദേഹത്തിന് ഉണ്ട്. ഇതിനിടയിൽ ഈ സമയത്ത് നമ്മുടെ കൂടെ എത്തിച്ചേർന്ന അദ്ദേഹത്തെ നമ്മൾ ഓരോരുത്തർക്കും വേണ്ടി KFPന് വേണ്ടി ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. ശ്രീമതി അജിമോൾ മേഡമാണ് ഈ യോഗത്തിലെ അധ്യക്ഷത വഹിക്കേണ്ടത്. അവരെ ഔപചാരികമായി ഈ സദസ്സിലേക്ക്, ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു.
തലശ്ശേരി സെക്രട്ടറി ഹാർട്ട് ഹൈസ്കൂളിലെ 8ാം ക്ലാസ് വിദ്യാർത്ഥി. ആ 8ാം ക്ലാസ്സിലെ വിദ്യാർത്ഥിക്ക് വലിയ പ്രാധാന്യമൊന്നുമില്ല അല്ലേ, ഇത്ര 8ാം ക്ലാസ്സുകാരുണ്ട്. പക്ഷെ ജാൻവി വത്സരാജിന് വളരെ പ്രാധാന്യമുണ്ട്. അവര് ഫ്ലവേഴ്സ് ടിവിയിലും ഏഷ്യാനെറ്റ് സ്റ്റാർ സിംഗറിലും ഒക്കെ. അധ്യക്ഷ ഭാഷണം ശ്രീമതി അജ്മോൾ കെ, AFFPO പ്രസിഡന്റ്. ബഹുമാനായ നമ്മുടെ കണ്ണൂർ ജില്ലാ കളക്ടർ ശ്രീ അരുൺ കെ വിജയൻ IAS അവர்களെ, കണ്ണൂർ പ്രിൻസിപ്പൽ അഗ്രികൾച്ചർ ഓഫീസർ ശ്രീ MN പ്രദീപൻ അവர்களെ, നമ്മുടെ വിശിഷ്ടാതിഥിയായിട്ട് ഇവിടെ എത്തിച്ചേർത്തിരിക്കുന്ന കുമാരി ജാൻവി വത്സരാജ്, ബഹുമാനപ്പെട്ട കണ്ണൂർ കോർപ്പറേഷൻ ആരോഗ്യ വിദ്യാഭ്യാസ കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീ സുരേഷ് ബാബു വെളയാവൂർ, ജ്യോതി രമാഷ്, നമ്മുടെ FPOന്റെ സെക്രട്ടറി അനീഷ്, എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, പ്രിയപ്പെട്ടവരെ, നമ്മുടെ സ്വാഗത പ്രാസംഗികൻ സൂചിപ്പിച്ചതുപോലെ എനിക്ക് തോന്നുന്നു സംസ്ഥാനത്ത് തന്നെ ആദ്യത്തെ പൂക്കർഷകരുടെ ഫാർമർ പ്രൊഡ്യൂസർ ഓർഗനൈസേഷനാണ് കണ്ണൂർ ഫ്ലവർ ഫാർമേഴ്സ് പ്രൊഡ്യൂസർ ഓർഗനൈസേഷൻ. ഏതാണ്ട് 4 മാസത്തോളം മുന്നെയാണ് ഇതിൻ്റെ ഉദ്ഘാടനം, നമ്മൾ അതിൻ്റെ രജിസ്ട്രേഷൻ നടന്നിട്ടുള്ളത്. ഇതിൻ്റെ പ്രധാനപ്പെട്ട നമ്മൾ കർഷകരുണ്ടാക്കുന്ന അവരിപ്പോൾ വിവിധ പദ്ധതികളിൽ പൂക്കൃഷി തുടങ്ങിയിട്ടുള്ള ധാരാളം കർഷകരുണ്ട്. ആ കർഷകരെ ഒരുമിപ്പിക്കുക വഴി ഈ കണ്ണൂർ ജില്ലയിൽ കിട്ടുന്ന പൂക്കൃഷിക്ക് കിട്ടുന്ന അല്ലെങ്കിൽ പൂക്കൾക്ക് കിട്ടുന്ന വിപണന സാധ്യതകൾ പരമാവധി പ്രയോജനപ്പെടുത്തുകയാണ് നമ്മൾ കൊണ്ട് ഉദ്ദേശിച്ചത്. ആളുകൾ നമ്മുടെ ഈ ഷോ കാണാൻ എത്തിച്ചേരണമെന്നും അതുവഴി ഭാവിയിൽ നമ്മുടെ കർഷകർക്ക് കൂടുതൽ നമ്മൾ ഏർപ്പെടാൻ ഉദ്ദേശിക്കുന്ന സംരംഭങ്ങളിൽ കൂടുതൽ തൊഴിൽ സാധ്യത അവർക്കുണ്ടാകണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. നമുക്കറിയാം, എല്ലാവരുടെയും വീടുകളിൽ പൂക്കളുണ്ടാവും, അത് പൂ വിടർന്ന് പൊഴിഞ്ഞു പോകുന്നു, അടുത്ത പൂക്കൾ വരുന്നു പൊഴിഞ്ഞു പോകുന്നു. പക്ഷെ അത് പൈസ മുടക്കി വാങ്ങിയ കൃഷിക്കാരനോ അല്ലെങ്കിൽ ആ ഒരു വ്യക്തിക്കോ അതുകൊണ്ട് യാതൊരു സാമ്പത്തികമായ നേട്ടം ഉണ്ടാകുന്നില്ല. അപ്പൊ അത്തരത്തിലുള്ള പൂക്കൾ സമാഹരിച്ചുകൊണ്ട് വിവിധ പരിപാടികൾക്ക് വേണ്ടിയിട്ടുള്ള ഫ്ലവർ അറേഞ്ച്മെന്റ്, നമുക്കറിയാം എന്ത് പരിപാടിക്കും കാത്തിരുന്നു മുഷിഞ്ഞു എന്ന് പറയുന്നെങ്കിൽ പറയാം. ചായ കഴിച്ച് തിരിച്ചെത്തുമെന്ന് ഞാൻ വിചാരിക്കും. കണ്ണൂരിലെ PIO പ്രിൻസിപ്പൽ അഗ്രികൾച്ചർ ഓഫീസർ, ജില്ലയിലെ ഏറ്റവും മുതിർന്ന കാർഷിക ഓഫീസർ, അദ്ദേഹം വളരെ നേരത്തെ തന്നെ എത്തി നമ്മുടെ സ്റ്റാളുകളൊക്കെ കണ്ടു. കർഷകരൊക്കെ വളരെയും അദ്ദേഹം പരിചയപ്പെട്ടു. അദ്ദേഹത്തെയും വളരെ ഹൃദ്യമായി ഈ സംഘടനയ്ക്ക് വേണ്ടി സ്വാഗതം ചെയ്യുന്നു. വളരെ വേഗത്തിൽ ഈ ഔപചാരികമായ ഉദ്ഘാടന ചടങ്ങ് സമാപിക്കും. KFU പ്രസിഡന്റ് ഉദ്ഘാടന സമ്മേളനം നമ്മുടെ കണ്ണൂരിന്റെ പ്രിയകരനായ കലക്ടർ, കണ്ണൂരിന്റെ സൗമ്യ സാന്നിധ്യം ഉദ്ഘാടന സമ്മേളനത്തിലേക്ക് ഏറെ ആദരവോടെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ശ്രീ അരുൺ കെ വിജയൻ IAS. യോഗത്തിന്റെ അധ്യക്ഷ ഫാമർ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് ശ്രീമതി EK വിജിമോൾ, വേദിയിലുള്ള പ്രിൻസിപ്പൽ അഗ്രികൾച്ചർ ഓഫീസർ, അതേപോലെ FPO വൈസ് പ്രസിഡന്റ് ശ്രീ K രാജൻ, സെക്രട്ടറി ശ്രീ അനീഷ് കുമാർ, വേദിയിലുള്ള നമ്മുടെ ഇന്നത്തെ ചീഫ് ഗസ്റ്റ് കുമാരി ജാൻവി വത്സരാജ്, നമ്മുടെ സദസ്സിലും വേദിന സദസ്യമായിട്ടുള്ള പ്രിയപ്പെട്ടവർ. അധ്യക്ഷ സൂചിപ്പിച്ച പോലെ തന്നെ ഇതൊരു തുടക്കം മാത്രമാണെന്ന് സൂചിപ്പിച്ചുകൊണ്ടാണ് അധ്യക്ഷ പ്രസംഗം അവസാനിപ്പിച്ചത്. അതുതന്നെയാണ് എനിക്കും പറയാനുള്ളത്. കാരണം ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഈ ഫാമർ പ്രൊഡ്യൂസർ ഓർഗനൈസേഷൻ കൊടിഞ്ഞിട്ട് 3-4 മാസമായിട്ടു. അതിനുള്ളിൽ തന്നെ വളരെ വിജയകരമായിട്ട് പുറത്തുള്ള പ്രോഗ്രാമുകൾ ചെയ്യുന്നതോടൊപ്പം ഇതേപോലുള്ളൊരു വളരെ ബൃഹത്തായിട്ടുള്ള ഒരു പ്രോഗ്രാം അറേഞ്ച് ചെയ്ത് ഇതൊരു മാർക്കറ്റിംഗ് അല്ലെങ്കിൽ ഒരു പബ്ലിസിറ്റി എന്നുള്ള രീതിയിൽ കൂടിയാണ് ഇങ്ങനെയുള്ള പ്രോഗ്രാം നടത്തുന്നതെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇനി വരുന്ന വർഷങ്ങളിൽ ഇതിനേക്കാളും മികച്ച രീതിയിലും ഇതിനേക്കാൾ വലിയ രീതിയിലും ഷോകളും അതേപോലെ തന്നെ ഇങ്ങനെയുള്ള കൾട്ടിവേഷൻ ജനങ്ങൾക്ക് പരിചയപ്പെടുത്തുന്ന രീതിയിലുള്ള ഔട്ട്റീച്ച് പ്രോഗ്രാം നടത്താൻ ഈ ഓർഗനൈസേഷൻ സാധിക്കട്ടെ എന്ന് ആദ്യം തന്നെ ആശംസിക്കുകയാണ്. അതിനേക്കാൾ വളരെ സന്തോഷം, ഇവിടെ സ്വാഗത പ്രസംഗത്തിൽ സൂചിപ്പിച്ച പോലെ തന്നെ മാഡം ഒരു റിട്ടയർഡായിട്ടുള്ള ഒരു സർക്കാർ ഉദ്യോഗസ്ഥയാണ്, അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് റിട്ടയർഡായിട്ടുള്ള ഉദ്യോഗസ്ഥയാണ്. അപ്പോൾ റിട്ടയർമെന്റിന് ശേഷം പൊതുവെ നമ്മൾ ഒരു പ്രൊഡക്റ്റീവായിട്ടുള്ള രീതിയിലേക്ക് മാറുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതിനൊരു മാതൃകയായി ഈ ഒരു സംരംഭത്തെ ലീഡ് ചെയ്യുന്ന വ്യക്തിത്വമാണ് നമ്മൾ അധ്യക്ഷയായിട്ടുള്ളത്. അതിനേക്കാൾ വളരെ സന്തോഷം ഇന്ന് വേദി സദസ്സിലുള്ളവരും കൂടുതൽ പേരും മുതിർന്ന പൗരന്മാരാണല്ലോ. അപ്പോൾ നിങ്ങൾക്കും ഈ രീതിയിലുള്ള പ്രവർത്തികൾ ഇനിയും താല്പര്യമുണ്ടാവും എന്നുള്ളൊരു താല്പര്യമില്ലാത്തവരാണെങ്കിൽ താല്പര്യം ജനിപ്പിക്കുന്ന ഒരു ഫ്ലവർ ഷോ ആയിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഒരു
ഒരു മാർക്കറ്റിംഗ് ആയിട്ട് ഇവിടെ ഇത് മാറുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് ഒരു പ്രതീക്ഷയുണ്ട്. അത് തന്നെയാണ് നമുക്കൊരു സമൂഹത്തിന് വേണ്ടി ആവശ്യമുള്ളതെന്ന് ഞാൻ വിചാരിക്കുന്നത്. പൂക്കളിൽ വെക്കുമ്പോൾ നമ്മുടെ മനസ്സിന് സന്തോഷം ഉണ്ടാകുന്ന പോലെ തന്നെ ഈ പൂക്കൾ ഉണ്ടാക്കുന്ന വ്യക്തികൾക്കും അല്ലെങ്കിൽ അതിനെ പിന്നിൽ പ്രവർത്തിക്കുന്ന കർഷകർക്കും നല്ലൊരു നേരമ്പോക്കിനേക്കാൾ കൂടുതൽ ഒരു അവരുടെ മാനസികമായിട്ടുള്ള വളർച്ചയ്ക്കും ഉല്ലാസത്തിനും വേണ്ടിയിട്ടുള്ള ഒരു പ്രവൃത്തി കൂടിയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. പ്രത്യേകിച്ചും മറ്റ് ഇവിടെ സൂചിയോട് ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ അല്ലെങ്കിൽ റെഗുലറായിട്ട് ജോലിയിൽ പോകുന്ന ഒരാൾക്ക് ഉള്ളതിനേക്കാൾ കൂടുതൽ മാനസികമായിട്ടുള്ള സമ്മർദ്ദമാണ് വീട്ടിൽ ഒന്നും ചെയ്യാതിരിക്കുന്നവർക്കെന്നുള്ളത് ഞാൻ മനസ്സിലാക്കിയത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഒരു ഹോബി എന്നുള്ള രീതിയിലും അല്ലെങ്കിൽ ഒരു വരുമാനം സൈഡ് വരുമാനത്തെ ഇപ്പോൾ പെൻഷനൊക്കെ കിട്ടുന്ന വ്യക്തികൾ തന്നെയായിരിക്കാം, പക്ഷേ ഒരു വരുമാനം അഡീഷണൽ ആയിട്ട് കിട്ടുന്ന രീതിയിൽ ഇങ്ങനെയുള്ള ഒരു ഹോബി ടേക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ചുറ്റുമുള്ള എല്ലാവർക്കും സാധിക്കണമെന്നുള്ളതാണ്. കോമഡി ഉത്സവം ഫെയിം, അമൃത TV റെഡ് കാർപ്പറ്റ്, സി കേരളം മ്യൂസിക്കൽ പ്രോഗ്രാം, ജന TV മ്യൂസിക്കൽ ഷോ തുടങ്ങി സിംഗർ, ആർട്ടിസ്റ്റ്, ഡാൻസർ എന്നീ നിലകളിൽ പ്രശസ്തിയായ നമ്മുടെ സ്വീകരണ മുറി ഏറെ പ്രിയങ്കരിയായ കുമാരി ജാൻവി വത്സരാജിനെ നമ്മുടെ ആദരണീയായ കലക്ടർ ശ്രീ അരുൺ കെ വിജയൻ IAS അവർ ആദരിക്കുന്നു. ആദരവ് ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി കുമാരി ജാൻവി വത്സരാജിനെ ക്ഷണിക്കുന്നു. ആദരിക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട കലക്ടറോട് ആദരവും അഭ്യർത്ഥിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് വളരെ സന്തോഷം നിറഞ്ഞ ഒരു പരിപാടിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു മഹനീയമായ ചടങ്ങിന് അധ്യക്ഷം വഹിക്കുന്ന സഹപ്രവർത്തകരി മുൻ റിട്ടയർഡ് ജോയിന്റ് ഡയറക്ടറുമായ ശ്രീമതി TK അജ്മോൾ അവർകളെ, ഈ മനോഹരമായ ഈ ഒരു പരിപാടി ഇവിടെ ഉദ്ഘാടനം നടത്തിയ നമ്മുടെ ആരാധ്യനായ നമ്മുടെ ജില്ലാ കളക്ടർ ശ്രീ അരുൺ കെ വിജയൻ IAS അവർകളെ, ഇവിടെ സ്വാഗതം ആശംസിച്ച ശ്രീ K രാജൻ മാസ്റ്റർ, വൈസ് പ്രസിഡന്റ് KFFPO, അതുപോലെ ഇവിടെ പങ്കെടുക്കുന്ന കുമാരി ജാൻവി വത്സരാജ്, നമ്മുടെ കൊച്ചു കലാകാരി, അതുപോലെ തന്നെ ഇവിടെ കൃതജ്ഞത രേഖപ്പെടുന്ന ശ്രീ അനീഷ് കുമാർ MK സെക്രട്ടറി, അതുപോലെ ഇവിടെ പങ്കെടുക്കുന്ന നമ്മുടെ ഫ്ലവർ സൊസൈറ്റിയിലെ എല്ലാ മാന്യ കർഷക സുഹൃത്തുക്കളെ, നല്ലവരായ നാട്ടുകാരെ, എന്തായാലും സന്തോഷത്തിന്റെ ദിവസം തന്നെയാണിത്. കാരണം നമുക്കറിയാം, നമ്മുടെ കണ്ണൂർ ജില്ലയിൽ എല്ലാ വർഷവും അഗ്രികൾച്ചർ സൊസൈറ്റി നടത്തുന്ന ഫ്ലവർ ഷോ ആണ് നമ്മൾ കണ്ട് വന്നിരിക്കുന്നത്. പക്ഷേ അതിൽ നിന്നൊരു വ്യത്യസ്തമായിട്ട് ഈ ഒരു ഫ്ലവർ സൊസൈറ്റി നടത്തുന്ന ഒന്നാമത്തെ ഈ ഒരു ചടങ്ങിന് അല്ലെങ്കിൽ ഈ സംരംഭത്തിന് ആദ്യമേ ഹൃദയത്തിന്റെ ഭാഷയിൽ എല്ലാവിധ ആശംസകളും നേരുകയാണ്. ഇവിടെ കുറെ കാര്യങ്ങളിലൂടെ പറഞ്ഞു. നമ്മുടെ ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗമായിട്ട് തുടങ്ങിയ ഒരു പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള ഒരു സൊസൈറ്റി അന്ന് തുടങ്ങിയെങ്കിലും അജിമേഡത്തിന്റെ നേതൃത്വത്തിൽ, അന്ന് മേഡം ഇവിടെ ഡെപ്യൂട്ടി ഡയറക്ടർ ആയിരുന്നു, ഹോർട്ടിക്കൾച്ചർ മിഷൻ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് തുടങ്ങിയത്. എനിക്ക് തോന്നുന്നു 3 വർഷം മുമ്പേ. അന്ന് ആ ചടങ്ങിൽ ഒന്നാമത്തെ ഒരു ഫംഗ്ഷൻ ഞാൻ പങ്കെടുത്തിരുന്നു. നല്ല ഡെൻഡ്രോബിയൻ തൈകൾ നമ്മുടെ സൊസൈറ്റി അംഗങ്ങൾക്ക് കൊടുത്ത ചടങ്ങ് ഞാൻ. എല്ലാവർക്കും നമസ്കാരം. കണ്ണൂർ ഫ്ലവർ ഫാമർ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ വിഭാവനം ചെയ്ത ഫ്ലവർ ഷോ ഇന്ന് ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരിക്കുകയാണ്. അതിന് ഈ മീറ്റിങ്ങിന് നന്ദി പറയലാണ് എൻ്റെ കടമ. അതിന് തൊട്ട് മുന്നേ നേരത്തെ തന്നെ സൂചിപ്പിച്ച പോലെ കണ്ണൂരിന് KFFPO എന്താണ് നൽകുന്നത് എന്ന് പൊതുജനങ്ങളെയും നാട്ടുകാരെയും അറിയിക്കാനാണ് നമ്മൾ ഈ ഫ്ലവർ ഷോ നടത്തുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ്
നമ്മൾ സൗജന്യമായിട്ട് എൻട്രൻസ് ഫീ ഒന്നും ഇല്ലാണ്ട് തന്നെ നമ്മൾ ഇത് നടത്തുന്നത്. നമ്മുടെ മെമ്പർമാർ വീടുകളിൽ നട്ടു വളർത്തിയ ചെടികളും പൂക്കളും ഇവിടെ ഇതിന് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യാനെത്തിയ എല്ലാ ആൾക്കാരെയും ഞാൻ നന്ദിപൂർവ്വം സ്മരിക്കുന്നു. പ്രത്യേകമായിട്ട് തന്നെ നന്ദി പറയാൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത ശ്രീ അരുൺ കെ വിജയൻ IAS ജില്ലാ കളക്ടർ, അവർക്ക് KFFPയുടെ പേരിൽ ഞാൻ പ്രത്യേകം നന്ദി പറയുന്നു. അതുകൂടാതെ തന്നെ നമ്മുടെ സ്വാഗതം പറഞ്ഞ നമ്മുടെ വൈസ് പ്രസിഡന്റ് മിസ്റ്റർ K രാജമാഷ്ക്കും ഞാൻ നന്ദി പ്രകടിപ്പിക്കുന്നു. നമ്മുടെ അധ്യക്ഷ, നമ്മുടെ പ്രസിഡന്റ് ശ്രീമതി അജിമോൾ മാഡത്തിനും KFFPയുടെ പേരിൽ ഞാൻ നന്ദി പറയുന്നു. ജാൻവി 2 വാക്ക് നിങ്ങളോട് സംസാരിക്കും. തുടർന്ന് നമ്മുടെ കാര്യപരിപാടിക്ക് ശേഷം ജാൻവിയുടെ പാട്ടുകളും ഉണ്ടായിരിക്കുന്നതാണ്. അല്ലേ ജാൻവി? ഓക്കെ. വേദിയിലും സദസ്സിലും ഇരിക്കുന്ന എല്ലാവർക്കും നമസ്കാരം. എനിക്ക് ഇന്ന് ഇവിടെ ഈ ഒരു ഫ്ലവർ ഷോയിൽ പങ്കെടുക്കാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമുള്ള ഒന്നാണ് പൂക്കൾ. അപ്പൊ എല്ലാവരും ഈ ഒരു ഫ്ലവർ ഷോ ചെടികളും പൂക്കളും ഒക്കെ വാങ്ങി ഈ ഒരു ഫ്ലവർ ഷോ വൻ വിജയമാക്കി തീർക്കണം. എന്റെ എല്ലാവിധ ആശംസകളും ഈ ഒരു ഫ്ലവർ ഷോന് നേരുന്നു. താങ്ക് യു. നമ്മൾ 6 ദിവസത്തെ പ്രോഗ്രാമാണ് ഇവിടെ ആലോചിക്കുന്നത്. എല്ലാ ദിവസങ്ങളിലും വൈകുന്നേരങ്ങളിൽ നമ്മുടെ സന്ധ്യയെ തൊട്ടുണർത്തിക്കൊണ്ട് കലാപരിപാടികൾ ഉണ്ടായിരിക്കും. ഇന്നത്തെ കലാപരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നത് ഞങ്ങൾക്ക് ഏറ്റവും പ്രിയങ്കരിയായ കുമാരി ചാൻവി വത്സരാജ് മനോഹരമായ ഒരു പാട്ട് പാടിക്കൊണ്ട് നമ്മുടെ കലാപരിപാടികളുടെ ഉദ്ഘാടന കർമ്മം ഇന്ന് ഇവിടെ നിർവഹിക്കും. തുടർന്ന് എല്ലാ ദിവസങ്ങളിലും വൈകുന്നേരങ്ങളിൽ നമ്മുടെ വൈകുന്നേരത്തെ സമ്പന്നമാക്കിക്കൊണ്ട് നമ്മുടെ നാട്ടിലുള്ള, നമ്മുടെ ചുറ്റുവട്ടത്തുള്ള കലാകാരന്മാരും കലാകാരികളും അവരുടെ പരിപാടികൾ ഈ വേദിയിൽ അവതരിപ്പിക്കും. എല്ലാവരെയും എല്ലാ ദിവസത്തെ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് നമ്മുടെ കുമാരി ചാൻവി വത്സരാജിനെ ഏറെ സ്നേഹത്തോടെ ഈ വേദിയിലേക്ക് കലാപരിപാടികൾ അവതരിപ്പിച്ചുകൊണ്ട് ഉദ്ഘാടനം ചെയ്യുന്നതിന് ക്ഷണിക്കുന്നു, സ്വാഗതം ചെയ്യുന്നു. ജന്മം നിന്നെ ഞാനും അറിയാതെ പോകേ, വാഴ്വിൽ കനലാളും പോലെ ഉരുകുന്നൊരു മോഹം നീയേ, നെഞ്ചുലഞ്ഞ മുറിവിലായി മെല്ലെ മെല്ലെ തഴുകുവാൻ നിലവാകാം നിഴലാകാം, മണ്ണടിയും നാൾ വരെ കൂടെ കാവലായി കണ്ണേ നിന്നെ കാക്കാം, സ്വപ്നം നീ സ്വന്തം നീയേ, സ്വർഗം നീ സർവം നീയേ.
बदन पे सितारे लपेटे हुए तू जान നമ്മളെ ജാൻവി കുട്ടിയാണ് ടോപ്പ് സിംഗർ. പിന്നെ മേധാവിയാണ്. പിന്നെ വേറെന്തില്ല? ഇതിന് മുന്നേ സ്റ്റാർ സിംഗർ ഉണ്ടായിരുന്നു ഏഷ്യാനെറ്റ്. പിന്നെ അതിന് മുന്നേ ഫ്ലവേഴ്സിൽ തന്നെ കോമഡി ഉത്സവത്തിലുണ്ടായിരുന്നു. എന്തായാലും ഇനി ഒരുപാട് സ്റ്റേജ് കീഴടക്കട്ടെ. അതുപോലെ അറിയപ്പെടുന്ന നമ്മളെ കണ്ണൂർ തലശ്ശേരിയുടെ അറിയപ്പെടുന്ന താരമായി മാറട്ടെ. बदन पे सितारे लपेटे हुए तू जाने तमन्ना किधर जा रही हो जरा पास आओ तू चैन आ जाए जरा पास आओ तू चैन आ जाए बदन पे सितारे लपेटे हुए तो जाने तमन्ना किधर जा रही हो जरा पास आओ तू चैन आ जाए जरा पास आओ तू चैन आ जाए ओए रे வந்து என்னோடு கலைந்து விட ओए रे என்னை உன்னோடு கலைந்து விட நினைவே இந்த நெஞ்சோடு கலைந்து விட நிலவே இந்த விண்ணோடு கலைந்து விட காதல் இருந்தால் எந்தன் கண்ணோடு கலைந்து விட காலம் தடுத்தால் என்னை மண்ணோடு கலைந்து விட உயிரே வந்து என்னோடு கலைந்து விட நினைவே இந்த நெஞ்சோடு बदन पे सितारे लपेटे हुए तू जाने तमन्ना किधर जा रही हो जरा पास आओ तू चैन आ जाए जरा पास आओ तू चैन आ जाए बदन पे सितारे लपेटे हुए तो जाने तमन्ना किधर जा रही हो जरा पास आओ तू चैन आ जाए जरा पास आओ तू चैन എങ്ങനെയുണ്ടായിരുന്നു? ഞാൻ പറഞ്ഞത് വളരെ കറക്റ്റ് അല്ലേ? അടിപൊളിയല്ലേ? എല്ലാവരും പോയി കാണാനും അതുപോലെ ഫാമിലി ആയിട്ട് പോയാൽ നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ഫ്ലവേഴ്സും അതുപോലെ തന്നെ ഒരുപാട് പാട്ട്, മിമിക്രി, അതുപോലെ തന്നെ കഥാപ്രസംഗം, അങ്ങനെയുള്ള ഒരുപാട് ഡാൻസ്, ഒപ്പന, ഇങ്ങനെയുള്ള ഒരുപാട് കലാപരിപാടിയും കാണാം അല്ലേ? അപ്പോൾ എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടല്ലേ? അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട്